ഒന്നും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഹസ്ബൻഡിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞു. എനിക്കറിയാം ആളീ ലോകത്തേ ഇല്ല എന്ന് എനിക്കറിയാം. എൻ്റെ കുഞ്ഞിനെ കാണാൻ ഇനി ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കരിയലൊന്നുമില്ല. അത് കുഞ്ഞുണ്ടാകുന്നതിന് ഒരാഴ്ച മുന്നെയാണ് ഒരാഴ്ച ഹസ്ബൻഡ് മരിച്ചിട്ട് ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ഈ ഡോക്ടർ പെട്ടെന്ന് ഫോൺ കൊടുത്തിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ പറയുന്നത് ഞാൻ കേൾക്കുന്നത് ഓ മരിച്ചു പോയോ, അപ്പൊ അവൾ അറിഞ്ഞില്ലേ, ഗൾഫിലാണല്ലേ, ഇതും പറഞ്ഞിട്ടാ പോകുന്നത്. എന്റെ കയ്യിൽ എന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ മെഷീൻ വെച്ചിട്ട് അതിങ്ങനെ ഊർന്നൂർന്ന് പോകുന്നുണ്ട്. എന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. മോളെ നീ ഓനെ കണ്ടാ പേടിക്കരുതേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ച് അതെന്താ അങ്ങനെ പറയുന്നേ, ഒന്നും കാണുന്നില്ല, പകുതി മുഖം മാത്രമേ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത് ഇൻഫെക്ഷൻ ആകും, തൊടാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ തൊട്ടിട്ടില്ല. അപ്പോഴാ ശരിക്കും പറഞ്ഞാൽ ഞാനും ചിന്തിക്കുന്നത് ഇനിയും ഒരിക്കലും ഒന്നും പഴയതുപോലെ അല്ല എന്നുള്ള ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അതോടുകൂടി എനിക്ക് ദൈവവിശ്വാസം ഇല്ലാണ്ടായി. 1.5 വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയ എറിക് നിതിനാണ് എന്നോടൊപ്പം ഉള്ളത്. എറിക്കിന്റെ അമ്മയും കൂടെ ഉണ്ട് അല്ലേ? നമസ്കാരം പൂജ. നമസ്കാരം. ഞാൻ എറിക്കിനെയും അമ്മേനെയും അറിയുന്നത് പൂജയുടെ ഒരു പോസ്റ്റ് വഴിയാണ്. എനിക്ക് തോന്നുന്നു കുഞ്ഞുണ്ടാവുന്നതിന് മുന്നേ ഹസ്ബൻഡ് മരിച്ചു. എന്നിട്ട് പിന്നീട് എനിക്ക് നമ്മൾ കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് നമ്മളിങ്ങനെ സ്ഥിരം കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതിനിടയ്ക്ക് കുഞ്ഞിനിങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായിരുന്നു ഇവൻ്റെ അച്ചീവ്മെന്റ്സ്? ഇവനിങ്ങനെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ വെഹിക്കിൾസ് അതൊക്കെ ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് എന്താന്നുള്ളത് പറഞ്ഞു തരും. പിന്നെ റൈമൊക്കെ പാടും. A to Z പറയാനറിയാം. അങ്ങനെ അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് പൂജയുടെ. അതായത് എല്ലാവരും തകർന്നു പോകുന്ന ഒരു സ്റ്റേജിൽ, അതായത് കുഞ്ഞുണ്ടാകുന്നതിന് ഒരാഴ്ച മുന്നെയാണ് അല്ലേ? അങ്ങനെ ഹസ്ബൻഡ് പോയിരിക്കും, ഹസ്ബൻഡ് മരിച്ചിട്ട് കുഞ്ഞിനെ പിന്നീട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാതെ അവനൊരു നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇത് കൂട്ട് എന്താ പറയുക, ഈ പറയുന്ന സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി വളർത്തിയല്ലോ. അത് തന്നെയാണ് വലിയ കാര്യം. പൂജ അതൊന്ന് പറയാമോ? ഞാൻ എഴുത്ത് പൂജയുടെ എനിക്ക് വന്നൊരു 6 or 7 പോസ്റ്റിലൂടെ ഇങ്ങനെ എഴുതിയാണ് ഇട്ടിരുന്നത്. ഞാനെടുത്ത് ഇരുന്ന് വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു ഫീല് തോന്നി. ഒന്ന് പറയാമോ? ഞാനും ഹസ്ബൻഡും ഖത്തറിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഞാനൊരു സ്കൂളിൽ KG ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ 2 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് എന്തായാലും ഒരു ബേബി വേണമെന്നുള്ള തീരുമാനത്തിലെത്തി. അതിനുശേഷം മാർച്ചോടെ അന്ന് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞത്. അതിനുശേഷം പിന്നെ ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പം തീരെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കവിടെ റൂമിലേ നിൽക്കാൻ പറ്റാത്ത, ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷനിലേക്ക് പോകുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ആളെ കാണുമ്പം ആള് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നാൽ കണ്ടാൽ ഞാൻ കരയാൻ തുടങ്ങിയിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിലേക്ക് വന്നു. പിന്നെ IDന്റെയും ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ മൊത്തം ഞാൻ ഫുള്ള് ക്യാൻസൽ ആക്കിയിട്ടാണ് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അതിനുശേഷം നല്ല രീതിയിൽ പ്രഗ്നൻസി കാലം എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിച്ചുപൊളിച്ച് അങ്ങനെ പോയതായിരുന്നു. പിന്നെ ഒരു നവംബർ 26-നാണ് ഹസ്ബൻഡിന് ആക്സിഡന്റ് ആവുന്നത്. നിങ്ങൾ 3 വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചതാണല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു ഒരു പ്രത്യേക രീതിയിൽ. അപ്പൊ ഈ നവംബർ 26-ന് ആക്സിഡന്റ് ഉണ്ടാവും. അതിന്റെ തലേന്ന് തന്നെ രാത്രിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച എന്നെ വിളിച്ചത് ലാസ്റ്റ്. വെള്ളിയാഴ്ച വിളിക്കാന്ന് പറഞ്ഞാൽ ആളെ ഫോണ് കംപ്ലൈന്റ് ആയിരുന്നു. ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്തെ കംപ്ലൈന്റ് ആയിരുന്നു. പിന്നെ ഓടുന്നവരെ ഓടട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ യൂസ് ചെയ്തോണ്ടിരുന്നത്. അപ്പം അന്ന് മൊത്തത്തില് ഫോൺ ചെയ്തേ. അപ്പം പകൽ ഫുള്ള് വിളിക്കാണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു വിഷമയത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഉച്ചക്ക് അവിടുന്ന് ഹസ്ബൻഡിന്റെ അച്ഛൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ അവൻ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫോണ് കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ടാണ് നിന്നെ വിളിക്കാത്തത്. അപ്പം അവിടുത്തെ അച്ഛൻ്റെ നമ്പർ മാത്രമേ രണ്ടും ബൈഹാർട്ടായിട്ട് അറിയുന്നുള്ളൂ. അങ്ങനെ അതിൽ വിളിച്ചിട്ട് ഞാൻ ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ഒരു 9:30 അങ്ങനെ ആകുമ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പാന്ന് എന്നോട് പറഞ്ഞത് പിന്നെ ഇങ്ങനെ വണ്ടിയിലാന്നുള്ള ഏതോ ബംഗാളി എങ്ങാനാന്ന് തോന്നുന്നു, ഹിന്ദി പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വണ്ടിയിൽ പോവാന്ന്. അപ്പോൾ ഫോണ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വിളിക്കാഞ്ഞത്. അപ്പം പുതിയൊരു ഫോണ് വാങ്ങിക്കുകയും ചെയ്തു. ഫോൺ നന്നാക്കിയതിന് ശേഷം രാത്രിക്കാണ് തന്നെ വിളിക്കുന്നത്. അപ്പം വലിയ ക്ലിയർ ഉണ്ടായിട്ടില്ല, വണ്ടി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അയാളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ നാളെ വിളിക്കാം, ഞാൻ കിടന്നോന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കാണ് രാത്രി അധികം ഈ ഉറക്കം വരുന്നില്ല. നമ്മൾ എന്താ പറയുക, ഒരു ഡെലിവറി അടുത്ത് ഡിസംബർ 16 ഡോക്ടർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ തന്നെയായിരുന്നു. നമ്മൾ 7-ാം മാസം കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ എന്താ രാത്രി അതും പറഞ്ഞിട്ട് പിന്നെ കിടന്നതാണ്.
പിന്നെ ശനിയാഴ്ച ഫുള്ള് വിളിക്കുന്നത് കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം രാത്രിക്ക് വിളിച്ചതല്ല, എന്തായാലും പിന്നെ പോയി ടയർഡായി വന്ന് ചിലപ്പം ഉച്ചയ്ക്ക് ആകും വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചെറുപറയെ മെസ്സേജ് അയക്കുന്നുണ്ട്, റിപ്ലൈ ഒന്നും കാണുന്നില്ല. പിന്നെ വോയിസ് കോള് ചെയ്യുന്ന സമയത്ത് 2 ടിക്കൊക്കെ ഫോണിൽ കാണുന്നുണ്ട്, പക്ഷെ പറഞ്ഞ പോലെ തന്നെ വിളിച്ചിട്ടും ഇതൊന്നും കാണുന്നില്ല. അപ്പം ശനിയാഴ്ച ഒരു ഉച്ച കഴിഞ്ഞു, എന്നിട്ടും ഒരു വിളിയൊന്നുമില്ല. അങ്ങനെ പിന്നെ അച്ഛൻ അവിടെ നിന്ന് തന്നെ വിളിച്ചു. അച്ഛൻ വിളിച്ചപ്പോൾ അങ്ങനെ കുട്ടന്ന വിളിക്കൽ, നാട്ടിലെ അച്ഛനും വീട്ടിലെല്ലാവരും കുട്ടന്ന വിളിക്കും. അപ്പം കുട്ടൻ വിളിച്ചിനോന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല വിളിച്ചിട്ടില്ല, ചിലപ്പോൾ ഉറങ്ങുന്നെങ്ങാനായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കട്ടാക്കിയതാണ്. അച്ഛനാ വിളിച്ചാൽ പിന്നെ എനിക്ക് വലിയ ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചില സമയത്ത് അങ്ങനെ വൈകാലുണ്ട് വിളിക്കാൻ വേണ്ടി, ഇങ്ങനെ ഡ്യൂട്ടീൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ. പിന്നെ രാത്രി ആയിട്ടും വിളിക്കുന്ന കാണാത്തപ്പോൾ എനിക്ക് ഉള്ളിൽ ടെൻഷനായി. പിന്നെ ഞാനിങ്ങനെ ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ റിങ്ങിങ് കാണിക്കുന്നുണ്ട്, അപ്പം നമുക്കതൊരു പ്രതീക്ഷയാണല്ലോ. വിളിച്ചിട്ടും ചിലപ്പോൾ നമ്മൾ ഇത്ര വിളിച്ചാൽ എന്തായാലും തിരിച്ച് വിളിക്കേണ്ടതാണ്, അതൊന്നും കാണാത്തപ്പോൾ ഒരു ടെൻഷനായി. പിന്നെ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസമായി. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് വിളിക്കുമ്പം ആൻറ്റിയൊക്കെ നീനാണ്ട് ആൻറ്റി മറക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റീനൊക്കെ ചോദിച്ചപ്പോൾ ആൻറ്റീൻ്റെ ഹസ്ബൻഡ് അവിടെ ഖത്തറിൽ തന്നെയാണ്. അപ്പം ഞാൻ ആൻറ്റീനോട് പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ ആൻറ്റിയും പറഞ്ഞു പിന്നെ ചോദിച്ചു നോക്കട്ടെ, ആപ്പനോട് ചോദിച്ചു നോക്കട്ടെ എന്നാണ്, അതായത് അച്ഛൻ്റെ അനിയൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പം അങ്ങനെ പിന്നെ ആൻറ്റി എന്നോട് തിരിച്ചു പറഞ്ഞു പിന്നെ ഇങ്ങനെ എന്താ പറയണ്ടേ, ഫോൺ എന്തോ വെള്ളത്തിൽ വീണിട്ടാ അതുകൊണ്ടാന്നാ പറഞ്ഞത്, കുഴപ്പമൊന്നുമില്ല അവൻ വിളിച്ചോളൂന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിങ്ങനെ ഒരു ചെറിയൊരു ടെൻഷൻ പോലെ ഉണ്ടായിരുന്നു, കാരണം എപ്പോഴും പറയുന്ന കാര്യമാണ് ഇവിടുത്തെ അറബി എന്നെ ജയിലിലാക്കും തോന്നുന്നു, എന്നെ ജയിലിലാക്കും തോന്നുന്നു, അങ്ങനെയൊക്കെ ഇങ്ങനെ വെറുതെ തമാശ പോലെ ഇങ്ങനെ പറയലുണ്ട്. അപ്പൊ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് അതാണ്, ഇങ്ങനെ ഒരു ആക്സിഡന്റ് എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നില്ല. കാരണം ആൾക്ക് ലൈസൻസ് കിട്ടിയത് നമ്മൾ നാട്ടിലേക്ക് മുന്നേ 2021 വരുന്ന ആ ഒരു സമയത്താണ്. അപ്പം പുതിയ കമ്പനിയിലേക്ക് പോയതാണ്, നല്ലപോലെ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. പിന്നെ അപ്പോൾ അങ്ങനെയൊന്നും എൻ്റെ മൈൻഡിലേക്കേ പോയിട്ടില്ല. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾ എനിക്ക് അത്രമേൽ എന്താ പറയുക വിശ്വാസമായിരുന്നു, ഒരിക്കലും എൻ്റെ അടുക്കാൻ അങ്ങനെ കൊണ്ടുപോകുന്നുള്ളൊരിത് എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് തന്നെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വിഷമം വന്നു തുടങ്ങി. പിന്നെ അമ്മേനെ വിളിച്ചിട്ട് അമ്മ എടുക്കുന്നില്ല. നിന്നാണ്ട് അമ്മയും ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലോസാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മേനോട്, ഇവിടുത്തെ എൻ്റെ അമ്മേനോട് പറയുന്നേക്കാളും എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ അമ്മേനോടായിട്ടാണ് പറയല്. അപ്പോൾ വിളിച്ചിട്ട് അമ്മ എടുക്കുന്നൊന്നും കാണുന്നില്ല. പിന്നെ പെങ്ങൾക്ക് മെസ്സേജ് ഒക്കെ ചെയ്യുമ്പം വിളിക്കുമായിരിക്കും, തിരക്കായിരിക്കും, എന്തോ വെള്ളത്തിൽ വീണിട്ടാ പറയുന്നത്, ഫോണ് വെള്ളത്തിൽ വീണിട്ടാ, അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി മക്കളൊക്കെ വെള്ളിയാഴ്ച അവർക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ പെട്ടെന്ന് അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രിക്ക് പിന്നെ പറഞ്ഞു നമ്മളങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം ഞായർ കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ച മക്കൾക്ക് സ്കൂളിലുള്ളതാണല്ലോ. അപ്പം ഞാൻ ചോദിച്ചു ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് മക്കൾക്ക് സ്കൂളിലുള്ളതല്ലേ, അന്നേരം പിന്നെ ലീവ് എടുക്കുകയാണ് എന്നാ ചെയ്യുന്നത് അങ്ങനെ ചോദിച്ച്. അപ്പോൾ പറഞ്ഞ് പിന്നെ എന്തോ PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു, അന്നേരം പിന്നെ 2 ദിവസത്തേക്ക് സ്കൂളില്ല അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്ക് വലിയ ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഏച്ചിയൊക്കെ വീട്ടിൽ വന്നു. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോൾ എന്നോട് പിന്നെ അവിടുന്ന് ഏട്ടൻ ഏച്ചിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കാരണം ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ഇവിടെ ടെലി ഹോസ്പിറ്റലാണ് തലശ്ശേരി. അപ്പോൾ അവിടുത്തെ ടോക്കണൊക്കെ എടുത്തിരുന്നത് ഏട്ടൻ്റെ ഫ്രണ്ടാണ്, ഏച്ചിൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ട് എടുത്ത്. അപ്പം അങ്ങനത്തെ ഞാൻ പറയും ഏട്ടനോട് പറയും ഇങ്ങനെ കാണിക്കേണ്ട ഡേറ്റായി ടോക്കൺ എടുത്തിരുന്നു പറയും. അവിടുന്ന് ആളൊരു സെക്യൂരിറ്റി അങ്ങനെ ടോക്കണൊക്കെ എടുത്ത്. അപ്പോൾ ഏട്ടൻ കാണാൻ ഏച്ചിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത് പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ PV ഒക്കെ ചെയ്യാൻ വേണ്ടി എന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പം ഡോക്ടർ എന്തോ ലീവിന് പോവാന്ന്, അതുകൊണ്ട് കുറച്ച് നേരത്തെ കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനെപ്പോഴും ഡോക്ടറെ കാണിക്കാൻ പോകുന്ന സമയത്ത് ആ ദിവസം മാത്രമേ വീട്ടിൽ നിന്നേ പുറത്തേക്ക് ഇറങ്ങലുള്ളൂ, വേറെ എവിടെയും അങ്ങനെ പോകലൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ചൊന്ന് നന്നായിട്ട് ഒരുങ്ങും. പ്രഗ്നൻസി ഗ്ലോ എന്നെല്ലാം പറയില്ല, അതൊന്നും സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല, നമ്മളെ രൂപയെ മാറിയിട്ടായിരിക്കും. അപ്പോൾ എന്താ പറയുക ഞാൻ ഓരോ ഫോട്ടോ എടുത്തിട്ട് ഭയങ്കര പോസൊക്കെ ചെയ്തിട്ട് ഏട്ടൻ അയച്ചു കൊടുക്കലും ചെയ്യും. അപ്പം അന്നാ ദിവസം എനിക്ക് എന്താ പറയണ്ട, എനിക്ക് ഡോക്ടറെ കാണണമെന്നും തോന്നുന്നില്ല, ഒന്ന് കുളിക്കണമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് ഞാൻ പിന്നെ നമ്മളിവിടെ മുകളിലത്തെ വീട്ടിൽ അജിയേച്ചി ഉണ്ട്, അവരാണ് നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ ഈറ്റെടുക്കാന്ന് പറയില്ലേ, അതിനൊക്കെ വരാമെന്ന് പറഞ്ഞത്. അപ്പോഴേക്ക് ആ ഏച്ചി വന്നു. ഏച്ചി വന്നപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ
എന്താ കാണിക്കാൻ പോയിക്കോ, എന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പോഴൊക്കെ ഇവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം. വീട്ടിലാരും അറിഞ്ഞിട്ടില്ല. എൻ്റെ ഏച്ചിയും ഭർത്താവും അവരെ ഫാമിലി അങ്ങനെ അറിഞ്ഞെന്നല്ലാണ്ട് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ അപ്പോഴാണ് എനിക്കെന്താ പറയണ്ടേ, അപ്പോഴും ഞാൻ കണ്ണാടിയൊക്കെ നോക്കി സിന്ദൂരൊക്കെ തൊട്ട് അങ്ങനെ തന്നെ നിന്നതാ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സിന്ദൂരം തൊടാനൊക്കെ. അങ്ങനെ പിന്നെ എന്നിട്ടാണ് പിന്നെ ഞാനങ്ങ് മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി. അപ്പം തന്നെ ഞാൻ ഇങ്ങനെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഞാൻ കാരണം എന്താ വിളിക്കാത്തതെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കരയാൻ തുടങ്ങി. അജിയച്ചൊക്കെ എന്നോട് പറഞ്ഞു, പിന്നെ ഒന്നീ അവിടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴൊക്കെ അവൻ എന്തായാലും വിളിക്കും, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ വിട്ട്. അങ്ങനെ വീട്ടിലെ ഏച്ചിയും മക്കളും മാത്രം, ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. അങ്ങനെ അവിടെ എത്തി എങ്ങോട്ടൊക്കെ പോകേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല നമുക്ക്. പൊതുവേ ഇങ്ങനെ ലേബർ റൂമിലേക്കാണ് പോലെ, അല്ലെങ്കിൽ ഒന്നിക്ക ഡോക്ടറെ കാണിക്കണം. ഇതിപ്പം ഡോക്ടർ തന്നെ പറഞ്ഞതുകൊണ്ട് ഇപ്പം നേരെ കാഷ്വാലിറ്റി പോയിട്ട് ചോദിച്ചപ്പം അവർക്ക് അങ്ങനെ ഒരു അറിവേ ഇല്ലാത്ത പോലെയായിരുന്നു. പിന്നെ അവർ പിന്നെ ലേബർ റൂമിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോയി. അപ്പം ബാക്കി അമ്മ എല്ലാവരും പുറത്തായിരുന്നു. പിന്നെ എന്തോ അഡ്മിറ്റ് ആക്കണം അതുപോലെ പറഞ്ഞു. പിന്നെ പോയ സമയത്ത് മോൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പം ഹാർട്ട് ബീറ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടുത്തെ എൻ്റെ ഡോക്ടറല്ല, വേറൊരു ഡോക്ടർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന, ഫോണ് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പം ആ ഒരു സമയത്ത് അവിടെ ഞാനും വേറൊരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് എന്താ ഡെലിവറി ടൈം ആയിട്ട് വന്നതാണ്. അപ്പം എന്താ ഇങ്ങനെ ഹസ്ബൻഡ് നേവിയിലാണെന്നൊക്കെ വേറെ നഴ്സിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടാൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം ഈ ഡോക്ടർ പെട്ടെന്ന് ഫോൺ കൊടുത്തിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പം പറയുന്നത് ഞാൻ കേൾക്കുന്നത്, അപ്പം മോൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കേണ്ട മെഷീൻ എൻ്റെ കയ്യിൽ തന്നിട്ട് ഞാനിങ്ങനെ വിറ പിടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞത് ആ ഡോക്ടർ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു, ഓ മരിച്ചു പോയോ, പിന്നെ അപ്പോൾ അവൾ അറിഞ്ഞില്ലേ, ഗൾഫിലാണല്ലേ, ഇതും പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടത്, എൻ്റെ കയ്യിൽ ഇവൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ മെഷീൻ വെച്ചിട്ട് അതിങ്ങനെ ഊർന്ന് പോകുന്നുണ്ട്, എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. എനിക്കറിയാം അതെൻ്റെ ഹസ്ബൻഡാണെന്ന്, എൻ്റെ നിതിനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിങ്ങനെ കരയുന്നുണ്ട്. ഒന്നും എന്താ പറയണ്ടേ, എനിക്കറിയാം, കാരണം അവിടെ വേറൊരു കുട്ടി ഞാനല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കും. പെട്ടെന്ന് നേഴ്സ് വന്നു. അപ്പോൾ ഇവൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത് ഇങ്ങനെ പിന്നെ നൂന്നായി വരുവാന്ന്. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ഒരു ഇതെല്ലാവർക്കും അന്ന് അറിയായിരുന്നു സംഭവം. അപ്പം സിസ്റ്റർ ഓടി വന്നിട്ട് എന്നോട് പിടിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ച്, എന്തിനാ കരയുന്നത്, ഇങ്ങനെയൊക്കെ തന്നെ സാധാ നോർമൽ സംസാരിക്കുന്നല്ലേ ചോദിച്ചു. അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരുപാട് ടാറ്റു ഉണ്ട്, ഇത് ഹസ്ബൻഡ് ചെയ്തതാണ്. അപ്പം അവിടെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാ നഴ്സുമാരും ചോദിക്കുന്നത് ഇതിനെ പറ്റിയിട്ടായിരുന്നു, ടാറ്റു ആരാ ചെയ്തത് ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം ഞാൻ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പറഞ്ഞത്. പക്ഷെ അന്ന് എനിക്ക് പറയാനും പറ്റുന്നില്ല. ഒരുപാട് പേര് വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്, അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മോക്ക് ജോലിയുണ്ടോ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ വന്ന് ചോദിക്കുന്നത്. ഞാൻ പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ മനസ്സ് വേറെ ഏതോ സ്ഥലത്താണ്. ഇങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്താ പറയുക, ഈ ഡെലിവറീൻ്റെ സമയം വെപ്പം അവിടുന്ന് അമ്മയും അച്ഛനൊക്കെ വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഡോക്ടർ എന്തായാലും എന്നോട് പറഞ്ഞ് നമുക്ക് അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് തന്നെ എൻ്റെ കുട്ടീനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കും. എനിക്കറിയാമല്ലോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സമയമായിട്ടില്ല എന്ന് എനിക്കും അറിയാം. 16 ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ അന്നെന്തോ നവംബർ 30, 31 അങ്ങനെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ പക്ഷെ ഉള്ളിൽ ഞാൻ അറിഞ്ഞു എന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയായിരുന്നുള്ളൂ. പുറത്ത് എൻ്റെ അമ്മക്ക് അച്ഛനൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പുറത്തേക്ക് എന്താ പറയുക, എന്തോ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ലേബർ റൂമിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പം വെള്ളം എൻ്റെ അമ്മേനോട് ചോദിച്ചു, അവിടെ നിതിൻ്റെ അമ്മ വന്നതിനോ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞ് ഇല്ല വന്നിട്ടില്ല, നമുക്ക് വിളിക്കാം, ഡോക്ടർ എന്നാ പറയുന്നത് നോക്കട്ടെ എന്നാണ്. അപ്പോഴും എൻ്റെ അമ്മ അറിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ സാധാ പോലെ റൂമിലേക്ക് പോകുന്നുണ്ട്, ഒരു പ്രശ്നമൊന്നുമില്ലാണ്ട് നടക്കുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്, ഒന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ സാധാ പോലെ ഫുഡൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. എന്താ എനിക്ക് മീൻകറി മാത്രം എനിക്ക് കൂട്ടണമെന്ന് തോന്നിയിട്ടില്ല, ബാക്കിയെല്ലാം ഞാൻ കഴിക്കുന്നുണ്ട്. റൂമിൽ എൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ അനിയത്തി അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു സമയത്ത് 2 നേഴ്സുമാർ വെറുതെ ഇങ്ങനെ എന്തോ ഗുളികയൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ എന്താ ഗർഭപാത്രം ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് തരുമല്ലോ, ഗ്ലൂക്കോസ് ആയിട്ടൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ പ്രസവിക്കുന്ന ഞാൻ വിചാരിച്ച് നിൽക്കുന്നത്. അങ്ങനെ എന്നിട്ട് 2 നേഴ്സുമാർ പെട്ടെന്ന് വന്നിട്ട് ബാക്കി എല്ലാവരെയും പുറത്താക്കി. എന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, പിന്നെ മോളെ ഒന്നും ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഹസ്ബൻഡിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയാം, സത്യം എനിക്കറിയാം, എങ്ങനെയാണ് പിടിച്ചതെന്നൊന്നും അറിയില്ല. ഞാൻ കരഞ്ഞോണ്ട് ചോദിച്ചു വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, അതുമാത്രം ഞാൻ ചോദിച്ചു, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. എനിക്കറിയാം ആളീ ലോകത്തേ ഇല്ല എന്ന് എനിക്കറിയാം, എൻ്റെ കുഞ്ഞിനെ കാണാൻ ഇനി ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, കരിയലൊന്നുമില്ല. പിന്നെ അപ്പോൾ തന്നെ ഞാൻ എന്നിട്ട് പറഞ്ഞ് ഞാനിതാ ചോദിക്കുന്നത്, കുഴപ്പമൊന്നുമില്ലല്ലോ, വലിയ സീരിയസ് ആയിട്ടൊന്നും അല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. എപ്പോൾ വരുക, നാട്ടിലേക്ക് വരുന്നുണ്ടോ? കാരണം അവിടുന്ന് ഒരു സമയത്ത് നമ്മളെ കല്യാണം കഴിഞ്ഞ ഒരു സമയത്ത് തന്നെ അവിടുന്ന് ഇങ്ങനെ കൈയിൻ്റെ എല്ല് പൊട്ടിയിട്ടിരിക്കുക നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മൈൻഡ് അങ്ങോട്ടേക്ക് പോയി. ഞാൻ പറഞ്ഞു നാട്ടിലേക്ക് പെട്ടെന്ന് വരുക, ഇവിടുന്ന് ശരിയാവില്ല, ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് എന്താ പറയുക, ഞാൻ നേരിട്ട് കാണാണ്ട് ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കൂല എന്നുള്ളതാണ്. എന്നിട്ടും ഞാനിങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉള്ളിൽ. പിന്നെ അത് അല്ല എന്നുള്ളത് തന്നെ. അപ്പം ആ ഒരു സമയത്താണ് എൻ്റെ അമ്മയും അറിഞ്ഞത്. പിന്നെ എല്ലാവരും അഭിനയിക്കൽ എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും അച്ഛനും എല്ലാവരും അഭിനയിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നത് വാവയപ്പ വരുക ഇത് മാത്രമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അന്ന് കുറച്ചൊക്കെ തോന്നും. പിന്നെ എൻ്റെ ആൻറ്റീൻ്റെ 2 മക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ചിന്നേച്ചിയും ശീകേച്ചിയും. അപ്പം അവർ രണ്ടാളും പിന്നെ ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിൽ ആദ്യം പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ, അപ്പോഴാണ് പിന്നെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഏച്ചി എന്നോട്, ഇവർ ശരിക്കും പറഞ്ഞാൽ ആർക്കും എന്താ എന്നോട് പറയണ്ടേന്നുള്ളത് മനസ്സിലാകുന്നില്ല. പിന്നെ എൻ്റെ അമ്മക്കായാലും ആർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ പറയണ്ടേന്നുള്ളത്. അങ്ങനെ ഏച്ചി ഇങ്ങനെ എന്നോട് പറഞ്ഞ്, പിന്നെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, നീ ഒരിക്കലും ആദ്യം ഞാൻ ബാത്റൂമിൽ പോയി. അപ്പോൾ ആ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞ്, മോളെ നീ ഓനെ കണ്ടാൽ പേടിക്കരുതേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ച് അതെന്താ അങ്ങനെ പറയുന്നത്, ഇങ്ങനെ കോമയിലെങ്ങാനാണ്, അത് സാരമൊന്നുമില്ല, എന്നെ കണ്ടാലല്ലേ വാവിനെല്ലാം കണ്ടാൽ ആലമേ ശരിയായിക്കോളും, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത്. എനിക്കറിയാം സംഭവം, പക്ഷേ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, വിശ്വസിക്കുന്നില്ല. ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായപ്പോൾ, അത് കഴിഞ്ഞ് പുലർച്ചയായപ്പോൾ ഇങ്ങനെ ഏച്ചിമാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫുള്ളൊരു മയക്കത്തിലുള്ള പോലെ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഏച്ചി ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, ധൈര്യം തന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും. പിന്നെ കുഞ്ഞുണ്ട്, അപ്പോൾ അതിനെ നല്ല രീതിയിൽ വളർത്തണം, ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോഴും എൻ്റെ എനിക്കൊരു വിശ്വാസം ഒന്നുമില്ല, ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു ഇതിലായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ കുറച്ചൊക്കെ ഒരു 6 മണിയോടെയാണെന്ന് തോന്നുന്നു നാട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ വീൽചെയറിൽ തന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ ഒരു ആംബുലൻസ് ഉണ്ട്, മൊത്തം ആൾക്കാരുണ്ട്, ഫുള്ളെന്തോ വെള്ളം പോലെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ ആകെ കണ്ടത് നിതിനൻ്റെ ആപ്പനെയാണ്. അപ്പം നിതിനൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ശിവപ്പൻ എന്നിട്ട് എനിക്കൊന്ന് അച്ഛനേക്കാൾ കൂടുതൽ എന്നെല്ലാം പറഞ്ഞ പോലെ. അപ്പം അപ്പനെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പൻ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പോയി എന്ന് പറഞ്ഞ്, പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, നേരെ കയറി ചെല്ലലും ഒന്നും കാണുന്നില്ല, പകുതി മുഖം മാത്രമേ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. നാട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ടാറ്റൂൻ്റെ ഷോപ്പെല്ലാം തുടങ്ങാം, ഇനി വാവ വരട്ടെ, അങ്ങനെ നമ്മളതിൽ അങ്ങനെ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഡെലിവറീൻ്റെ പൈസ എങ്ങനെയെങ്കിലും ആ നവംബർ മാസത്തിലെ സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഡെലിവറീൻ്റെ പൈസ സെറ്റായാൽ നാട്ടിൽ വരാം. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ചാണ്, കാരണം വേറെ സേവിങ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കല്യാണത്തിന് അത്യാവശ്യം ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് ഞാൻ ഖത്തറിൽ പോയ സമയത്ത് അവിടെ നമുക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ വിറ്റിട്ടൊക്കെയാണ് പോയത്. ഞാൻ ചോദിച്ച് കരയുന്നത് അന്നേരം ഇത് മാത്രമായിരുന്നു, പൈസ ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ വരിക എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ കരയുന്നത്, വാവനെ കാണണ്ടേ. പിന്നെ ഞാൻ പറഞ്ഞത് ചിരിക്കോ എന്ന് ചോദിച്ചാൽ, കാരണം ആൾ ഫുൾ ടൈം ഒരു ഹാപ്പി മൂഡിലായിരിക്കും, ചിരിച്ചിട്ടേ ആളെ കാണാൻ പറ്റും എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഒരാൾക്കും മറക്കാൻ പറ്റില്ല, അങ്ങനെ എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഉണ്ടാവുക. അപ്പം ഞാൻ പറഞ്ഞു കരഞ്ഞത് ഇത് തന്നെയായിരുന്നു, ഒരിക്കൽ ചിരിക്കുമോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ
തൊടാൻ പോലും പറ്റിയില്ല എന്നറിയില്ലേ. എല്ലാം ഇങ്ങനെ എന്താ പറയുക, എല്ലാവരും പറഞ്ഞത് ഇൻഫെക്ഷൻ ആകും, തൊടാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ തൊട്ടിട്ടില്ല. അതെ, അങ്ങനെ പിന്നെ എന്ത് പറ്റിയതാണ് ആക്സിഡന്റ്? ഇപ്പോൾ ശരിക്കും എനിക്ക് അറിയില്ല എന്താ പറ്റിയതെന്ന്. പിന്നെ അന്നേരം എനിക്ക് അറിയണമെന്നേ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ആരോടൊന്ന് വന്നാൽ ഇതിനെൻ്റെ ബെസ്റ്റ് ചങ്ങായിമാരുണ്ട്, റഹീംക്ക, റിയാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വീട്ടിലെത്തിയതിനു ശേഷം റഹീംക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ശരിക്കും ചോദിക്കുന്നത് എന്ത് പറ്റിയതാന്നുള്ളത്. പറഞ്ഞിങ്ങനെ രാത്രി പോയ സമയത്ത് ആളെ അവിടെ ഇറക്കി തിരിച്ച് റൂമിലേക്ക് വരുന്ന സമയത്ത് ഡിവൈഡറിൽ ഇടിച്ചിട്ട് അങ്ങനെ സ്പോട്ട് ഡെത്ത് ആയിരുന്നു അങ്ങനെ പറഞ്ഞത്. ശരിക്കും ഇപ്പം എന്താണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ എനിക്കത് എന്തോ അറിയണം എന്നുള്ളൊരു ഇത് എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്താ കാരണം എന്നുള്ളത് വലിയ അറിയണം എന്നുള്ളൊരു ഉണ്ടായിരുന്നില്ല. നിതിൻ, ഇത് ഈ ചിത്രം ആരാ വരച്ചു തന്നെ? ഇത് ഇൻസ്റ്റയിൽ ഒരു കുട്ടി കൊളാബായിട്ട് ചെയ്തു തന്നതല്ലേ. പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം ഒന്ന് റിക്കവർ ആയത്? റിക്കവർ ആകാന്ന് പറഞ്ഞാല് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് ഞാൻ വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഡിസ്ചാർജ് ആയി. കാരണം റിക്കവർ ആയെന്ന് പറയുമ്പോഴും ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല നിങ്ങൾ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ പിന്നിലെടുത്തൊരു കുഞ്ഞുണ്ടല്ലോ. ഇപ്പം ഞാൻ വലിയ ഇതായിട്ട് പറയുന്നൊന്നുമല്ല, നിതിൻ തന്നെയാണ് കുഞ്ഞെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതെ, മനസ്സിലായി. നമ്മളങ്ങനെയാണല്ലോ നമ്മളെല്ലാവരെയും സ്വയം സമാധാനിപ്പിക്കുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുള്ളപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടുന്ന കുഞ്ഞുങ്ങളിലൂടെയാണെന്നൊക്കെ പറയും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഏതൊരാളാണേലും ഇപ്പം എന്നോട് തന്നെ 2 പ്രാവശ്യം സംസാരത്തിനിടയിൽ പറഞ്ഞു കരയത്തില്ല എന്ന് ഉറച്ചെടുത്തൊരു തീരുമാനം പോലെയാണ് പറയുന്നത്. എന്താണ് അതാണ് അത്രത്തോളം അത് മെയിൻ റീസൺ മോൻ തന്നെയാണ്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഞാൻ അതിനുശേഷം ഞാൻ ഡോക്ടർമാരോടൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുട്ടിയെപ്പാ വരിക, വാവ എപ്പാ വരിക എന്നായിരുന്നു. കാരണം ആ സമയത്ത് ഇങ്ങനെ ഹോസ്പിറ്റൽ നമ്മൾ ഓരോരുത്തർ കാണാൻ വരുമല്ലോ. അപ്പോഴൊക്കെ എനിക്കിങ്ങനെ വാവേനെ കാണുന്നുള്ള ഇതേ ഉള്ളൂ. എല്ലാവരോടും ഞാൻ സാധാ പോലെ അങ്ങനെ ആ സമയത്ത് അത്ര ഇതല്ലായിരുന്നു. എന്നാലും ഞാൻ അങ്ങനെ അന്നേരം ഞാൻ കരയലില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ തിരിച്ച് വീട്ടിലേക്ക് വന്നല്ലോ. എനിക്ക് വീട്ടിലേക്ക് വരണമെന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിരുന്നു. അപ്പം ഈ ട്രെയിനിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ ഒരു ആന്തല ഉള്ളിൽ എനിക്കിങ്ങനെ എന്നെ തന്നെ കുത്താൻ വരുന്നത് പോലെ അങ്ങനത്തെ എന്തൊക്കെയോ ഒരു സംഭവമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കൗൺസിലിങ് വേണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 2-3 ദിവസം ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ ഒരു റൂമിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടുത്തെ ബാൽക്കണിയിലൂടെ നടക്കലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് വരണമെന്നേ ഇല്ല. വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോന്ന് വെച്ചാൽ എൻ്റെ വാവയും വേണമെന്നായിരുന്നു. അങ്ങനെ പിന്നെ ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ആക്കാൻ മോളെ എന്തായാലും ഇപ്പം നടക്കൂല, പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു അത് വേണ്ട. കാരണം അന്നേ ഞാൻ ഇതിനോട് പറയൽ നമുക്ക് നോർമൽ ഡെലിവറിയിൽ തന്നെ നടത്താം, കാരണം നല്ല പൈസയാകും. അപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും നോക്കണ്ട, നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ വെയിൽ കൊള്ളാനൊക്കെ നടക്കുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പറയും ഇത് നോർമൽ ഡെലിവറി തന്നെയായിരിക്കും, ഞാൻ കുറേ നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ആളോട്. അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഇത് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പ്രസവിച്ചാൽ മതി എന്നായിരുന്നു. പിന്നെ വീട്ടിലെത്തിയ സമയത്ത് എനിക്ക് എന്താ പറയുക, പിന്നെ വീട്ടിലേക്കൊന്നും ആരും അങ്ങനെ കാണാനൊന്നും വരത്തില്ലായിരുന്നു. നമ്മളിപ്പോൾ നാട്ടുകാരായാലും എല്ലാവരും നല്ലൊരു സഹകരണം പോലെയായിരുന്നു ആ സമയത്ത്. ചിലരില്ല നമ്മൾ വന്നിട്ട് വല്ലാണ്ട് ഇതാക്കുന്ന അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ആൻറ്റീൻ്റെ മോൾ ഷിഗേച്ചി ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഏച്ചി ഇങ്ങനെ ദിവസം വന്നിട്ട് കുറച്ച് ബുക്സൊക്കെ എനിക്കിങ്ങനെ വായിക്കാൻ തരുമായിരുന്നു. ഇങ്ങനെ എന്താ ഒരാളെ മരണശേഷം അവരെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അതൊക്കെ എനിക്കിങ്ങനെ ബുക്ക് ഇങ്ങനെ വായിക്കാൻ തരും. അപ്പം അതൊക്കെ എന്തോ ഒരു വിശ്വാസം പോലെ. അതോടുകൂടി എനിക്ക് ദൈവവിശ്വാസം ഇല്ലാണ്ടായിരുന്നു പറയാം. പിന്നെ അങ്ങനെ എന്നിട്ട് പിന്നെ മോൻ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എന്നിട്ട് ഓക്കെ ആയിട്ടില്ലാന്ന് പറയാം. കാരണം ഇവനെ കാണുമ്പോൾ തന്നെ ഒരു സങ്കടമായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് ഓരോരുത്തർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രസവിച്ച വീട്ടിൽ കുട്ടീനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കുമല്ലോ. പക്ഷേ എൻ്റെ വീട്ടിൽ കാണുമ്പോൾ എല്ലാവരും എൻ്റെ കുട്ടീനെ ഒരു സഹതാപത്തോടെയായിരുന്നു നോക്കിയിരുന്നത്, എന്നോടായാലും. അപ്പോൾ അതൊരു ഭയങ്കര ഇതായിരുന്നു എനിക്ക്. അങ്ങനെ പിന്നെ ഇത് തന്നെ ഇവൻ്റെ ആ ഒരു ചിരിയും അങ്ങനെയൊക്കെ കാണുമ്പം ഒരു ഇത്. കുഞ്ഞിന് വേണ്ടിയിട്ട് എത്ര വയസ്സുണ്ട് കുഞ്ഞ്? 2 വയസ്സ്. എനിക്ക് 26. ഹസ്ബൻഡ് 1.5 വർഷമോ 2 വർഷമോ? 2 വർഷം. കുഞ്ഞിന്റെ പ്രായം 2 വർഷം. ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടില് അവിടെ തന്നെയല്ലേ നിക്കണതൊക്കെ? അവിടെയും പോകും, ഇങ്ങോട്ട് വരും. ചിലപ്പോ 1 ആഴ്ച 2 ആഴ്ച 1 മാസമൊക്കെ അവിടെ നിൽക്കും, തിരിച്ചിങ്ങോട്ടേക്ക് വരും. അവിടെ ആരൊക്കെയാ ഉള്ളത്? അവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ അച്ചാച്ചനും അമ്മമ്മയുണ്ട്, പെങ്ങളും മോനും.
കുഞ്ഞുമായിട്ട് എന്നാണ് പിന്നെ അങ്ങോട്ട്? അത് അമ്മ എന്നോട് പറയലുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ അവിടെ ഈ ആൾക്കാർ വരുമല്ലോ, അപ്പം വരുന്ന ഭൂരിഭാഗം ആളും അമ്മേനോട് പറഞ്ഞത് ഇനിയെ തോന്നുന്നില്ല, അവൾ കുട്ടി ഇങ്ങോട്ടേക്ക് വരുമെന്നൊന്നും തോന്നുന്നില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഡെലിവറീൻ്റെ സമയമായപ്പം ശനിയാഴ്ച ഡിസംബർ 3 ശനിയാഴ്ചയായിരുന്നു ഇവൻ ജനിച്ചത്. അപ്പം അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അപ്പം തന്നെ അവിടെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അഡ്മിറ്റ് ആവാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോയത്. അപ്പോൾ ഞാൻ അന്നേരം തന്നെ അമ്മേനോട് ചോദിച്ചു അമ്മ വരുമോ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞത് ഇല്ല മോളെ, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാണ്. കാരണം സ്വന്തം മകൻ മരിച്ചിട്ട് അത്ര ദിവസമേ ആയിട്ടുള്ളൂ. ആരും പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ, എല്ലാവരും ആ ഒരു റൂമിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് ബാക്കി എല്ലാവരും ഉണ്ടാകും, പിന്നെ ഞാനും അച്ഛനും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കത് ഭയങ്കര വിഷമമായത്. കാരണം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡെലിവറിൻ്റെ ആ ഒരു പൈസയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അച്ഛനമ്മയും വരും, പിന്നെ അന്നേരം പറഞ്ഞാൽ മതി. പിന്നെ അമ്മ പറയും പിന്നെ അഥവാ ഇങ്ങനെ പെട്ടെന്ന് പെയിനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ വേഗം പോയിക്കോട്ടെ, നമ്മളപ്പോഴേക്ക് എത്തിക്കണം, കാരണം ദൂരം ഉണ്ടല്ലോ, ഇങ്ങനെ കാത്തു നിൽക്കണ്ട, അവിടെ വന്നിട്ടല്ലേ ശരിയാക്കുക, അങ്ങനെയൊക്കെ അമ്മ പറയൽ. അഡ്മിറ്റായി ഒരു 1:30 എന്നെ ലേബർ റൂമിൽ കയറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡെലിവറി കഴിയുമ്പോഴേക്ക് രാത്രി 8:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി 12 മണിക്കാണ് തന്നെ ലേബർ റൂമിൽ നിന്ന് പുറത്തെടുക്കുന്നത്. അപ്പോൾ അപ്പോഴെല്ലാം ഞാനിങ്ങനെ വിചാരിക്കുന്നത് അമ്മയച്ഛനും ആ സമയത്ത് ഇല്ലല്ലോ എന്നായിരുന്നു. പക്ഷേ പുറത്തിറങ്ങി റൂമിൽ എത്തിയിട്ട് നോക്കുന്നേരം അമ്മേനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മ വരുന്നുള്ളത്. അപ്പോൾ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അന്ന് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പം അത് തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. പിന്നെ അപ്പോഴേ ഞാൻ വിചാരിച്ചത് ഞാൻ എന്തായാലും തിരിച്ച് ദിദിനയുടെ വീട്ടിലേക്ക് പോകുന്ന തന്നെയായിരുന്നു. കാരണം എൻ്റെ മോൻ വളരേണ്ടത് അവിടെയാണല്ലോ. അപ്പോൾ അവിടുത്തെ എല്ലാവരും സ്നേഹം കിട്ടിയിട്ടും കൂടി വേണം അവൻ വളരാൻ വേണ്ടിയിട്ട് എന്നുള്ള എൻ്റെ അച്ഛൻ്റെ നാട്, അച്ഛൻ്റെ വീട്, അച്ഛൻ്റെ ആ ഒരു മുറി, അതൊക്കെ അവനും പരിചയം ഉണ്ടാണെന്നുള്ളത് ആ സമയത്തെ ഞാൻ വിചാരിച്ചതായിരുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഞങ്ങളിവിടെ വീട്ടിലാക്കിയിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും എല്ലാ ആഴ്ചയും ഇങ്ങോട്ടേക്ക് വരുത്തുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയും വണ്ടിയിൽ പിന്നെ എല്ലാവരും അമ്മമ്മയും അച്ചാച്ചനും അങ്ങനെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുത്തുന്നുണ്ട്. പിന്നെ എനിക്ക് വേണ്ട പൈസ ആയാലും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ അവരിവിടെ വീട്ടിലേക്ക് വരുന്നത് തന്നെ ചായക്കുള്ള നമുക്കൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് ചായക്കുള്ള സാധനങ്ങൾ പാലടക്കം വാങ്ങിയിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും കൂടി വരുമ്പം തന്നെ എനിക്കൊരു സമാധാനമാണ് ആ സമയത്ത്. അപ്പോൾ ഇപ്പോൾ പ്രണയിച്ച് കല്യാണം കഴിച്ചു, നമ്മൾ ഒരുപാട് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്താണ് 2 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞ് മതി. അപ്പോൾ കുഞ്ഞായപ്പോൾ നിതിനില്ല, പിന്നീട് ഇങ്ങോട്ടേക്ക് ഈ 2 വർഷം നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം, കുഞ്ഞിന് പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. അപ്പോൾ സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ അനുഭാവപൂർവ്വം നോക്കുന്നവർ, ഭയങ്കര സഹതപിക്കുന്നവർ, ഇതൊക്കെ നിന്നിട്ട് ഇപ്പം എങ്ങനെയാണ് പൂജടാ? ഇപ്പൊ എനിക്ക് ജോലി ആയിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പം കുറച്ചായിട്ട് ഞാനൊരു ഡ്രസ്സിന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോൾസെയിലിന് എടുത്തിട്ട് പിന്നെ സെയിൽ ചെയ്യുന്നത്. അപ്പം ഇൻസ്റ്റയിലുള്ള ഒരുപാട് പേര് ഭയങ്കര സപ്പോർട്ടാണ്. പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ ഡെലിവറി കഴിഞ്ഞ് നമുക്ക് 28 ദിവസം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണമല്ലോ. അപ്പോൾ ഈ പുറത്തിറങ്ങിയ സമയത്താണ് സമൂഹം എന്താന്ന്, എങ്ങനെയാന്ന്, ഇനി എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പം നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഇതിൽ കൂടി പോകുന്നവർ ചിരിച്ച് സംസാരിക്കുന്ന ഒരുപാട് പേര് റോഡ് സൈഡിൽ തന്നെയല്ല. അപ്പം ഞാനും കണ്ടാൽ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ്. അപ്പം അങ്ങനെ സംസാരിക്കുന്നവർ പെട്ടെന്ന് അയ്യോ കുട്ടീനോട് ഇനിയിപ്പോൾ എങ്ങനെയാണ് മിണ്ടുക എന്നുള്ള ഒരു മനോഭാവമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും ചിന്തിക്കുന്നത് ഇനിയും ഒരിക്കലും ഒന്നും പഴയതുപോലെ അല്ല എന്നുള്ള ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഞാൻ എല്ലാവരോടും എങ്ങനെയാണോ മുന്നേ ഞാൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മിണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്നവരോടായാലും എല്ലാവരോടും വീട്ടിൽ വരുന്നവരോടായാലും ഒക്കെ ഞാൻ പഴയ പോലെ തന്നെയാണ് മിണ്ടി തുടങ്ങിയത്. കാരണം ആ സമയത്ത് പറഞ്ഞാൽ ഞാനും എൻ്റെ മോനെന്ന് പറയുമ്പം ഞാൻ എന്താണോ അതാണ് അവനിലേക്കും കിട്ടുക. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ പരമാവധി എൻ്റെ കുഞ്ഞിലേക്ക് ഒരു വിഷമം എത്തിക്കാൻ പാടില്ല. കാരണം അറിയായിരിക്കല്ലോ ഇപ്പം നമ്മൾ എന്താണോ അതായിരിക്കും കുട്ടിയിലേക്കും കിട്ടുക എന്നുള്ളത്. അപ്പം ആ സമയത്തൊക്കെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഞാൻ അങ്ങനെ ഉള്ളിലേക്ക് എടുക്കില്ല എന്ന് പറയാം, അതുപോലെയാണ്. അപ്പം അത് തന്നെ ഞാൻ പിന്നെയും ചെയ്തു തുടങ്ങി. അവൻ്റെ മുന്നിലായാലും ആരെങ്കിലും വന്ന് നിന്ന് കരയുന്നുണ്ടെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറി പോകുന്നല്ലാണ്ട് അവരെ കൂടെ നിന്ന് കരയാൻ ഞാൻ നിൽക്കലില്ലായിരുന്നു. പിന്നെ ഇപ്പം ഇൻകം എന്ന് പറയുന്നത് ഇപ്പം ഈ ഡ്രസ്സ് സെയിൽ അങ്ങനെയൊക്കെ. പിന്നെ അതിനുശേഷം ഇവൻ 6 മാസം ആയപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇന്റർവ്യൂവിന് വരുന്നതല്ലാണ്ട് ഭാവിയിൽ ഒരു ജോലിയാണ് നോക്കുന്നത്. ഓക്കെ, തീർച്ചയായും കുഞ്ഞിനെ വളർത്തണം, സ്ട്രോങ് ആയിട്ട് നിൽക്കണം. തീർച്ചയായും എനിക്ക് പൂജയോട് ഭയങ്കര ബഹുമാനമാണ്. കാരണം ഞാൻ പറഞ്ഞാൽ നമ്മൾ
എഴുതിയിട്ട കാലം മുതലേ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പോലും സംസാരിച്ചപ്പോഴും ഭയങ്കര എടുത്താണ് സംസാരിക്കുന്നത്. എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, അതൊക്കെ നമുക്ക് ചുറ്റും കിട്ടുന്ന ഓരോരോ അറിവുകളാണ്. ആ എഴുതിയിട്ടത് ഒരുപാട് പേർക്ക് എന്താ പറയാ പ്രചോദനമാണ്. എങ്ങനെ അവർക്കത് ചില ആളുകൾക്ക് ഒന്നും പറയാൻ പറ്റാതെ ലൈഫേ കളയുന്നവരുണ്ട്. ലൈഫേ കളയുന്ന വെച്ചാൽ എന്താ ചെയ്യുക, അവർക്ക് പിന്നെ മുന്നോട്ട് ജീവിക്കണ്ട എന്നുള്ള രീതിയിൽ അവർ തന്നെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊന്നും ഇല്ലാണ്ട് കുഞ്ഞിന് വേണ്ടി നിന്നില്ല. അതാണ് ആ ഇൻസ്പിറേഷൻ തന്നെയാണ് ഞാൻ ഇവിടെ വരാൻ. അത് ഒരുപാട് പേര് ആ സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചൊന്നല്ല. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കിങ്ങനെ തോന്നിയതാണ്. വെറുതെ ഇങ്ങനെ പണ്ട് ഞാൻ ഈ കഥയും കവിതയെല്ലാം വെറുതെ എഴുതുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫ് തന്നെ വെറുതെ എഴുതിയിട്ടപ്പോൾ ഇത് മറ്റുള്ളവരെ ലൈഫ് വെച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രചോദനം എന്ന് പറയില്ല, അതുപോലെ തന്നെയായിരുന്നു. ഒരുപാട് പേര് എനിക്കും ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സെയിം അവസ്ഥയെ കൂടി തന്നെയാണ് പോകുന്നത് എന്നിട്ട് ധൈര്യം തന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ വാക്കുകൾ കേട്ടിട്ട് അവർക്കും അത് വലിയൊരു ഇത് ഉണ്ടായിട്ടുണ്ട്. കുറേ പേര് നമ്പറൊക്കെ അയച്ചുതരും, ഇങ്ങനെ എൻ്റെ ഇങ്ങനെ പെങ്ങൾ ഇതുപോലെയാണ്, ഒന്ന് വിളിച്ച് സംസാരിക്കുമോ. പക്ഷെ എനിക്കങ്ങനെ ഈ മോട്ടിവേഷൻ കൊടുക്കുക അതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല. ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഇങ്ങനെ കരയുമ്പോൾ ഞാൻ അതുപോലെ കണ്ട് കരയുന്ന ഒരാളായിരുന്നു. പക്ഷെ അതല്ല, അതാണ് ആ ഒരു മാറ്റം എന്ന് പറയുന്നത്. എന്താണ് നന്നായിട്ടിരിക്കുക, ജോലി എന്താണെങ്കിലും കിട്ടും, ട്രൈ ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.